എല്ലാവർക്കും നമസ്കാരം. കമൽ പറഞ്ഞതുപോലെ ഒരേ കാലഘട്ടത്തിൽ കമലിനേക്കാളും ഒരു വർഷം മുൻപാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചത് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് 1985 ജനുവരി 9 ഞാൻ ആദ്യം ഒരു ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറയുന്നത് മുത്താനും എന്ന് പേര്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നല്ല ദിവസമാണ്. സാധാരണ മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരുണ്ട്. സിദ്ദിഖ് ലാൽ, അനിൽ ബാബു, റാഫി മക്കാട്ടിൻ തുടങ്ങി ഒരുപാട് പേര്. അവരെല്ലാം ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ്. ഒരുമിച്ച് സിനിമകൾ ചെയ്യാത്ത ഇരട്ട സംവിധായകരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഫെസ്റ്റിവലിലും പോകുന്ന രണ്ടുപേരാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുക. ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമകൾ കാണുക, ഒരുമിച്ചാണ് യാത്ര ചെയ്യുക. അക്കാഡമിയിൽ കമൽ ചെയർമാനാണ്, ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് ആ യാത്രകൾ ഒന്നിച്ചാണ്. അപ്പോൾ ആൾക്കാർ എവിടെ പോയാലും തിരുവനന്തപുരം തൊട്ട് എറണാകുളവും തിരിച്ചുപോയ യാത്രകളൊക്കെ ഹോട്ടലുകളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെല്ലാവരും കാണുന്നത് ഞങ്ങളെ രണ്ടുപേരെയും. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവർ ഇരട്ടകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ആത്മബന്ധമുള്ള സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങളെല്ലാം ഈ സിനിമയുടെ അദ്ദേഹം ചെയ്ത സിനിമകളിലേക്ക് കഥകൾ ആദ്യം പങ്കുവെക്കുന്നത് ഞാനുമായിട്ടാണ്. ഈ സിനിമയുടെയും കഥ പൂർത്തിയാക്കിയ ശേഷം എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ ഇതിൻ്റെ പൂജ, ഇതിൻ്റെ വിളക്ക്, സിനിമയുടെ വിളക്ക് വൃത്തിയ തുടങ്ങിയ എല്ലാ ഇതിൻ്റെ ഈ നിമിഷത്തിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുവാനുള്ളൊരു അവസരം എനിക്കും ഉണ്ടായതിൽ വളരെ സന്തോഷം. കമൽ സൂചിപ്പിച്ചതുപോലെ ഷൈനെ വെച്ചിട്ട് ആ സിനിമയിലേക്ക് ഞങ്ങൾ റസാഖാണ് ആ സിനിമ എഴുതിയത്, സൈകൾ പാടുകയാണ്. അപ്പോൾ ഷൈനെയാണ് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ TV വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മൾക്കെല്ലാം പറയാറുള്ള ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് ഷൈനെ കൊണ്ടുപോകുകയുണ്ടായി. ആ സമയത്ത് എല്ലാവരും പതറി പോലെ ഞാനും പ്രസാദൊക്കെ ചിന്തിച്ചത് സിനിമ നടക്കുമോ, ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള കേട്ടത്. അപ്പോൾ കമലാണ് എന്നെ വിളിച്ച് പറഞ്ഞ സിബി ഷൈനെ ഈ സമയത്ത് കൈവിടരുതെന്ന്. ഞാൻ പറഞ്ഞു കൈവിടില്ല, ഷൈനായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഷൈനും ഷൈൻ്റെ ഡാഡിയും കൂടെ പിന്നെ റസാക്കിനെ വന്ന് നേരിട്ട് കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. ആ സിനിമയിൽ ഷൈൻ തന്നെ അഭിനയിക്കും എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു. ലൊക്കേഷനിലാണെങ്കിൽ ഷൈൻ ഒരിക്കലും ഷൈനെ നമ്മുടെ അടുത്ത് കാണില്ല. എപ്പോഴും ഞാൻ ഷൈൻ എവിടെ ഷോർട്ട് സമയം നോക്കുമ്പോഴത്തേക്കും ഷൈൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു കല്ലിട്ട് പുറത്ത്, ഒരു ടെലിക്കഷനിൻ്റെ പുറത്ത് മാറി, ഒരു നായകനോ സിനിമയിലെ നായകനോ ഒന്നും അല്ലാതെ എവിടെയെങ്കിലും പുറകിലിരിക്കുള്ളൂ. അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. ചില സമയങ്ങളിൽ ഒരു സീൻ പറഞ്ഞു കൊടുത്ത്, വളരെ ഇമോഷണലായിട്ടുള്ള സീനാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഇതാണ് പൊസിഷൻ, ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈൻ പിന്നെ മണിക്കൂറുകളോളം ലൈറ്റപ്പ് ചെയ്യുന്ന സമയം തൊട്ട് അവിടെ തന്നെ ഇരിക്കും, മാറുകയില്ല. ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള, ഇത്രമാത്രം പണ്ടൊക്കെ ഗോപിച്ചേട്ടനൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. കൊടിയേറ്റം ഗോപിച്ചേട്ടനൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെ അന്നൊക്കെ കണ്ടിരുന്നു. പക്ഷെ പുതിയ തലമുറയിൽ കാര്യങ്ങൾ കാണാൻ കഴിയില്ല. പക്ഷെ ഷൈൻ ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ കഥാപാത്രമായിട്ട് മാറുന്നത് എന്നെ ഞെട്ടിപ്പിച്ച അനുഭവമാണ്. ഞാനൊരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംവിധായകരും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ഈ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രഗത്ഭരായ ആക്ടർമാരോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാനും കമലുമൊക്കെ. പക്ഷെ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പെർഫോമറെ കാണുക എന്നുള്ളതാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിഗംഭീരമായ ഒരു പെർഫോമറാണ് ഷൈനെ ഈ 100-ാം ദിവസം, ഈ 100-ാം ചിത്രത്തിൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് കമലിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയിൽ തുടങ്ങി കമലിൻ്റെ സിനിമയിൽ തന്നെ 100-ാം ദിവസം 100-ാം ചിത്രം അഭിനയിക്കാനുള്ള അവസരം, അത് ആഘോഷിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയ ഈ വലിയ സന്ദർഭത്തിൽ അതിനുള്ള മനസ്സ് കാണിച്ച കമലിന്, ഈ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം. വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.